നമസ്കാരം. ഇന്ന് തേങ്ങ ചേർക്കാതെ പെട്ടെന്ന് കടലക്കറി എങ്ങനെയാണ് വെക്കുന്നതെന്ന് നോക്കാം. ഒരു ഗ്ലാസ് കടല തലേ ദിവസം തന്നെ കുതിർക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. കടല കറി വയ്ക്കുമ്പം കടല കുതിർത്ത വെള്ളത്തിൽ തന്നെ കറി വയ്ക്കാൻ ശ്രമിക്കുക. പിന്നെയും വെള്ളം ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറച്ചും കൂടെ ഒഴിച്ചു കൊടുത്താൽ മതി. ഞാനിപ്പോൾ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുതിർത്ത വെള്ളവും കുറച്ചും കൂടെ വെള്ളവും അല്ലാതെ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്ത് കടല വേവിക്കാൻ പോവാണ്. ഇതിലേക്ക് കുറച്ച് ഉപ്പും ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് വേണം നമ്മൾ വേവിച്ചെടുക്കാനായിട്ട്. കടല വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിൻ്റെ മസാല റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കുറച്ച് കടുക് പൊട്ടിച്ചിട്ടുണ്ട്. കടുക് ഒന്ന് പൊട്ടി വരുമ്പം ഇതിലേക്ക് 1/4 സ്പൂൺ പെരിഞ്ജീരകമാണ് ചേർക്കുന്നത്. ഇനി 1/4 സ്പൂൺ നല്ല ജീരകവും കൂടെ ചേർത്ത് കൊടുക്കാം. ജീരകമൊക്കെ ഒന്ന് മൂത്ത് വരുമ്പം ഇതിലേക്ക് ഒരു സവാള ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. സവാള നല്ലോണം വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഓരോരോ പൊടികളായിട്ട് ചേർത്ത് കൊടുക്കാം. ആദ്യം 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. കൂടെ തന്നെ ചേർക്കുന്നത് 2 സ്പൂണോളം മുളക് പൊടിയാണ്. ഇത് അധികം എരിവില്ലാത്ത മുളക് പൊടിയാണ്. നല്ല എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ ഒരു 1.25 സ്പൂണോ 1.5 സ്പൂണോ ഒക്കെ മതിയാകും. ഇതിൻ്റെ കൂടെ നമ്മൾ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. 1 സ്പൂൺ മല്ലിപ്പൊടിയാണ് എടുത്തേക്കുന്നത്. നല്ലോണം കുമിച്ചെടുത്തേക്കുവാണേ മല്ലിപ്പൊടി. അപ്പോൾ ഒരു 1.5 സ്പൂണോളം ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി. അത്രയും മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നമ്മൾ നല്ലോണം ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം. അടുപ്പ് ലോ ഫ്ലെയിമിലിട്ടിട്ട് വഴറ്റിയെടുത്താൽ മതി. പൊടികളുടെ പച്ചമണമൊക്കെ മാറി അത് നല്ലോണം ഒന്ന് മൊരിഞ്ഞ് വന്നതിന് ശേഷം അടുപ്പ് ഞാൻ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ മസാലയിൽ നിന്നും കുറച്ചും അതേപോലെ വേവിച്ച് വെച്ചിരിക്കുന്ന കടലയിൽ നിന്നും കുറച്ചെടുത്ത് നമ്മളിതൊരു നല്ലോണം അരച്ചെടുക്കണം. അപ്പോൾ തേങ്ങയ്ക്ക് പകരം നല്ല കൊഴുപ്പുണ്ടാകാൻ വേണ്ടി നമ്മളിതാണ് ചേർക്കുന്നത്. ഒരു തവി വേവിച്ച കടലയാണ് ഞാൻ എടുത്തേക്കുന്നത്. കൂടെ തന്നെ ഇതിൽ നിന്നും ഒരു പകുതിയോളം മസാലയും കൂടെ ചേർത്ത് ചൂടാറിയതിന് ശേഷം വേണം ഇത് അരച്ചെടുക്കാനായിട്ട്. അരയ്ക്കാനുള്ള മസാല എടുത്തിട്ട് നമ്മൾ വീണ്ടും അടുപ്പ് കത്തിച്ച് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടലയും ആ വെള്ളവും എല്ലാം കൂടെ ചേർത്ത് കൊടുക്കണം. ഇത് നല്ലോണം ഒരു തിള വരുമ്പം ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ കടലയും മസാലയും ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലോണം ഇളക്കി വിടണം. ഇപ്പോൾ സൈഡിൽ നിന്നൊക്കെ നല്ലോണം തിള വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ മസാലയും കൂടെ ചേർത്ത് കൊടുക്കണം. ഈ അരപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളം കൂടെ നമുക്ക് ചേർത്ത് നമുക്ക് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് നല്ലോണം ഒരു തിള വന്നു കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു 1/2 സ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് വീണ്ടും ഒന്ന് തിളയ്ക്കാൻ വിടുക. ഒരു തിള വന്നു കഴിയുമ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നമുക്ക് ഈ കറി വാങ്ങി വയ്ക്കാം. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണിത്. അതേപോലെ തന്നെ തേങ്ങ ചേർക്കാതെയാണ് ഉണ്ടാക്കിയേക്കുന്നത്. തേങ്ങ ചേർത്തിട്ടില്ലെങ്കിലും നല്ല കൊഴുപ്പുണ്ട് ഈ കറിക്ക്. നമ്മൾ ആ കടലയും കൂടെ ചേർത്ത് അരയ്ക്കുന്നത് കൊണ്ട് നല്ല കൊഴുപ്പുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനി കുറച്ചും കൂടെ മസാല വേണം എന്നുണ്ടെങ്കിൽ, അതായത് ഈ ഏലക്കയുടെയൊക്കെ ടേസ്റ്റ് വേണം എന്നുണ്ടെങ്കിൽ ഒരു 1-2 ഏലക്കയും ഒരു ഇച്ചിരി പട്ടയും ഒക്കെ നമ്മൾ ആ കടലയും ആ അരപ്പും കൂടെ ചേർത്ത് അരയ്ക്കുമല്ലോ, ആ സമയത്ത് അരച്ചു കൊടുക്കാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ ഒന്ന് പറയാൻ മറക്കരുത് കേട്ടോ.